കഥാപാത്രങ്ങൾ എഴുത്തുകാരനെ തേടിയെത്തുന്ന കഥ പറയുന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കോഴിക്കോട്ട് നടന്നു. എം മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബോംഴൂർ മയ്യഴിയുടെ പ്രദർശനമാണ് കോഴിക്കോട്ട് നടന്നത്. എം അഷ്റഫാണ് ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. എൻ്റെ മയ്യഴിപ്പുഴ, പുഴയോട് കഥ പറയുന്ന കടൽ, മയ്യഴിപ്പാലം, എല്ലാ മയ്യഴിക്കാരുടെയും മയ്യഴിപ്പള്ളി. അൽഫോൺസ് അച്ഛനും ചന്ദ്രികയും രാധയും ചോയിയും വെള്ളിയാങ്കല്ലിലെ തുമ്പികളും മുകുന്ദൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എഴുത്തുകാരനെ തേടിയെത്തി. തങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിൽ ജീവിതം തിരിച്ചുവിട്ടതിനെ ചൊല്ലി കഥാപാത്രങ്ങൾ എഴുത്തുകാരനോട് പരിഭവം പറഞ്ഞു. ഒടുവിൽ തനിക്കൊന്നും പറയാനില്ലെന്നും വെള്ളിയാങ്കല്ലിലേക്ക് തിരിച്ചുപോകാനും മുകുന്ദൻ കഥാപാത്രങ്ങളോട് പറയുന്നു. എം മുകുന്ദൻ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും എം അഷ്റഫാണ് നിർവഹിച്ചത്. നോവലിസ്റ്റ് എം മുകുന്ദനെ അദ്ദേഹം മയ്യഴി സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ കാണാനെത്തുകയാണ്. വ്യത്യസ്ത നോവലുകളിലെ ഉദാഹരണമായിട്ട് മയ്യഴിപ്പുഴ തീരങ്ങളിലെ ഗസ്തോ സാഹിബ്, ദൈവത്തിൻ്റെ വികൃതികളിലെ അൽഫോൺസ് അച്ഛൻ, ഏറ്റവും പുതിയ പുസ്തകമായ കുട നന്നാക്കുന്ന ചോയിലെ ചോയി മാധവൻ, പിന്നെ രാധ മാത്രമെന്ന കഥയിലെ രാധ, ഇവരൊക്കെ വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ, അതായത് ഞങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചത്, ഒരു 70% ഈ കഥാപാത്രങ്ങളും വിമർശിക്കുകയാണ് നോവലിസ്റ്റ് അതിന് മറുപടിയും കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കഥ. കോഴിക്കോട് നടന്ന ആദ്യ പ്രദർശനത്തിൽ നടൻ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. മാമുക്കോയ, സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എം ഹാഷിമാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ശ്രീകുമാർ പെരുമ്പടവം, ഫിലിപ്പ് ഫെർണാണ്ടസ്, സയനോര തുടങ്ങിയവർ അണിയറയിലുണ്ട്. മയ്യഴിയിലും തിരുവനന്തപുരത്തും ദുബായിലും ചിത്രം പ്രദർശിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ഞാൻ അൽഫോൺസ് അച്ഛൻ, അറിയോ? മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികളിലെ അൽഫോൺസ് അച്ഛൻ. അറിയോന്നോ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ഗസ്തോൻ സാഹിബല്ലേ ഞാൻ. എങ്കിലേ എനിക്ക്